വില്ലൂന്തി തീർത്ഥത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് ഒരു ശിവക്ഷേത്രം, ത്രയംബകേശ്വര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നു. അതിനടുത്തായി രാമഭക്തനായ ഹനുമാൻ ക്ഷേത്രം. ഏകദേശം 120 അടിയോളം ഈ പാലത്തിലൂടെ നടന്നാലേ വില്ലൂന്തി തീർത്ഥത്തിലെത്തുകയുള്ളൂ. കാലാകാലങ്ങളിൽ സിമൻറ്റ് വളയങ്ങൾ ഇറക്കി ഇതിനെ സംരക്ഷിച്ചു വരുന്നു. രാമേശ്വരം ബസ് സ്റ്റാൻഡിൽ നിന്നും 6 കിലോമീറ്റർ ദൂരം. നമ്മളറിയുന്ന ഹനുമാൻ വായുപുത്രനാണെങ്കിലും ശിവപുരാണത്തിൽ ഹനുമാൻ ശിവൻ്റെ അവതാരമെന്ന് പറയുന്നു. വില്ലൂന്തി തീർത്ഥത്തിൻ്റെ ഐതിഹ്യം വളരെ ഹ്രസ്വമായി ഈ ബോർഡിൽ വിവരിച്ചിരിക്കുന്നു. നമസ്കാരം. ക്ഷേത്രങ്ങളെ അറിയാൻ ടെമ്പിൾ വോയേജിലേക്ക് എല്ലാ ഈശ്വരവിശ്വാസികൾക്കും സ്വാഗതം. ലങ്കയിൽ നിന്നും ശ്രീരാമൻ സീതാദേവിയെ രക്ഷിച്ച് അയോധ്യയിലേക്ക് മടങ്ങുന്ന വഴിയിൽ സീതാദേവിക്ക് അതിയായി ദാഹിക്കുകയും തൽക്ഷണം ശ്രീരാമൻ തൻ്റെ ആവനാഴിയിൽ നിന്നും ഒരു അമ്പെടുത്ത് വില്ലുകുലച്ച് ഭൂമിയിലേക്ക് എയ്തു വിടുകയും അമ്പ് ഭൂമിയിൽ സ്പർശിച്ച ഭാഗത്ത് ശുദ്ധജലമുണ്ടായി അത് കുടിച്ച് സീതാദേവി ദാഹം തീർത്തു എന്നാണ് ഐതിഹ്യം. ഈ സ്ഥലം നേരിട്ട് കാണുമ്പോൾ മാത്രമേ അതിൻ്റെ അതിശയോക്തി നിങ്ങൾക്ക് മനസ്സിലാകുകയുള്ളൂ. നമ്മൾ കാണുന്ന സ്ഥലം ഒരു കടൽ തീരം, 3 വശവും കടലിനോട് ചേർന്നത്. കടൽ വെള്ളത്തിൻ്റെ സാധാരണ രുചി ഉപ്പുരസമാണ്. പക്ഷേ വില്ലൂന്തി തീർത്ഥത്തിലെ വെള്ളത്തിൽ ഉപ്പിൻ്റെ അംശമില്ല. നടക്കാൻ നല്ല രസം. ശക്തമായ കടൽക്കാറ്റ് വീശി അടിക്കുന്നതിനാൽ വെയിലിൻ്റെ ചൂട് അറിയുന്നതേയില്ല. മന്ത്രമാണോ ശാസ്ത്രമാണോ? ഈ ഒരു കിണറിൽ മാത്രം ഉപ്പിൻ്റെ അംശമില്ലാത്ത ജലം. എത്ര ആലോചിച്ചിട്ടും ഒന്നും മനസ്സിലാവുന്നില്ല. ഇവിടെ അടുത്താണ് ഗന്ധമാദന പർവ്വതം. അടുത്തത് നമുക്ക് അങ്ങോട്ട് പോകാം. രാമനാഥസ്വാമി ക്ഷേത്രത്തിൽ നിന്നും 3 കിലോമീറ്റർ വടക്ക് ഗന്ധമാദന പർവ്വതത്തിലേക്ക്. രാമേശ്വരത്തെ ഏറ്റവും ഉയരം കൂടിയ ഭൂപ്രദേശം. ഇവിടെ നിന്നാൽ രാമേശ്വരം എന്ന ദ്വീപിൻ്റെ ഉയരത്തിൽ നിന്നുള്ള കാഴ്ചകൾ കാണാം. ക്ഷേത്രത്തിലേക്കുള്ള പ്രധാന വഴി. ധാരാളം കടകൾ, പൂക്കൾ, പഴങ്ങൾ, കരിക്കുകൾ, കളിപ്പാട്ടങ്ങൾ എന്നു വേണ്ട ഇത് മാത്രം ഉപജീവനമായി ധാരാളം ആളുകൾ. എല്ലാ ദിവസവും രാവിലെ 7 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും ഉച്ചയ്ക്ക് ശേഷം 3 മണി മുതൽ വൈകിട്ട് 6 മണി വരെ മാത്രമേ നട തുറന്നിരിക്കുകയുള്ളൂ.
മരുത്വ മലയുമായി ഹനുമാൻ ആകാശത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിൽ നിന്നും അടർന്നു വീണ ഭാഗം, ഹനുമാൻ ജീവിച്ചിരുന്ന സ്ഥലം, ലങ്കയിലെ അശോകവനത്തിൽ സീതയെ കണ്ട വിവരം ഹനുമാൻ ശ്രീരാമനോട് പറഞ്ഞത് ഇവിടെ വച്ച് എന്നിങ്ങനെ ധാരാളം ഐതിഹ്യങ്ങൾ ഗന്ധമാദന പർവ്വതത്തിനുണ്ട്. ക്യാമറയ്ക്കകത്തേക്ക് പ്രവേശനമില്ല. ഇവിടെ ശ്രീരാമപാദം എന്ന് പ്രകീർത്തിക്കുന്ന കല്ലിൽ കൊത്തിയ ചക്രത്തിൽ തെളിഞ്ഞ കാൽപാദങ്ങളാണ് പ്രധാനം. പൂജാരി എന്ന് പറയുന്ന പോലെ ഒരാളിവിടെ നിൽപ്പുണ്ട്. എല്ലാവരോടും പൈസ വാങ്ങിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഈ ഒരു ശ്രീരാമപാദത്തിൻ്റെ പ്രാധാന്യമോ അല്ലെങ്കിൽ ഈ ഗന്ധമാദന പർവ്വതത്തിനെ പറ്റിയോ വരുന്നവർക്കാർക്കും ഒരു വിവരവും പറഞ്ഞു കൊടുക്കുന്നില്ല. ചുമ്മാ നിൽക്കുന്ന ഒരു മനുഷ്യൻ. ശ്രീരാമൻ്റെ കാൽപാദം എന്ന വിശ്വാസത്താൽ ധാരാളം ടൂറിസ്റ്റുകളും ധാരാളം ഹൈന്ദവ വിശ്വാസികളും ഇവിടെ വരുന്നു. ലങ്കയിലെ രാവണൻ്റെ ഇളയ സഹോദരനായ വിഭീഷണൻ ശ്രീരാമചന്ദ്രനെ ആദ്യമായി ദർശിച്ചത് ഗന്ധമാദന പർവ്വതത്തിൽ എന്നാണ് ഐതിഹ്യം. ഗന്ധമാദന പർവ്വതത്തിലെ ഈ ക്ഷേത്ര നിർമ്മിതിയെപ്പറ്റിയോ അല്ലെങ്കിൽ ഈ ക്ഷേത്ര ചരിത്രത്തെപ്പറ്റിയോ ഉള്ള ഔദ്യോഗികമായ ചരിത്രരേഖകൾ ഒന്നും തന്നെ ലഭ്യമല്ല. അതുകൊണ്ട് തന്നെ ഏത് കാലഘട്ടത്തിൽ ആര് നിർമ്മിച്ചു എന്നുള്ള വിവരങ്ങളും ലഭ്യമല്ല. ഗന്ധമാദന പർവ്വതത്തിൻ്റെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ രാമപാദം ക്ഷേത്രത്തിൻ്റെ മുകളിലത്തെ നിലയിൽ നിന്നാൽ രാമേശ്വരത്തിൻ്റെ 4 ദിശയിലെയും കാഴ്ചകൾ കാണാം. ആ കാഴ്ചകളിൽ രാമനാഥസ്വാമി ക്ഷേത്രവും ദൂരദർശൻ ടവറും വളരെ ദൂരെ കോദണ്ഡരാമക്ഷേത്രത്തിൻ്റെ മുകൾ ഭാഗവും കാണാം. ഞാൻ അടയാളപ്പെടുത്തിയിരിക്കുന്നത് രാമനാഥസ്വാമി ക്ഷേത്രത്തിൻ്റെ പ്രധാന കിഴക്കേ ഗോപുരം. വളരെ ദൂരെ മാറി ദൂരദർശൻ ടവറും നമുക്ക് ഈ വീഡിയോയിൽ കാണാം. വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലത്തു നിന്നും കടകൾക്കിടയിലൂടെ ക്ഷേത്രത്തിലേക്കുള്ള വഴി. ആറ് മണിക്ക് ക്ഷേത്രം അടയ്ക്കും. അതിനു മുമ്പ് എല്ലാവരും ഇറങ്ങണം. തിരിക്കാം, ഇനി ഇവിടെ നിന്നിട്ടും കാര്യമില്ല. ദൂരെ കാണുന്നത് ദൂരദർശൻ ഭൂതല സംപ്രേഷണത്തിൻ്റെ ടവർ. ഇപ്പോഴുപയോഗത്തിലില്ല. ഒരു കാഴ്ച കണ്ടോ? തേങ്ങയുടെ തൊണ്ടുകൾ കൂട്ടിയിട്ടിരിക്കുന്നു. മത്സ്യബന്ധനവും തെങ്ങ് കൃഷിയും മാത്രമാണ് ഇവിടെയുള്ളവരുടെ ഉപജീവനം. മുകുന്ദരായർ സത്രത്തിൽ നിന്നും ധനുഷ്കോടിയിലേക്ക് പോകുന്ന വഴി. രാമേശ്വരത്തു നിന്നും 13 കിലോമീറ്റർ ദൂരം രാവണൻ്റെ സഹോദരനായ വിഭീഷണന് പ്രതിഷ്ഠയുള്ള ഇന്ത്യയിലെ ഒരേ ഒരു ക്ഷേത്രം, കോദണ്ഡരാമർ ക്ഷേത്രം. ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലം ഒരു ദ്വീപെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതിപ്പോഴാണ്. ഏകദേശം 20-25 വർഷങ്ങൾക്ക് മുൻപ്
ഈ പോകുന്ന വഴിയുടെ രണ്ട് വശവും മുഴുവൻ മണൽത്തിട്ടുകളായിരുന്നു. 1964 ധനുഷ്കോടിയിൽ ആഞ്ഞടിച്ച ചുഴലിക്കാറ്റ് ബാധിക്കാതെ രക്ഷപ്പെട്ട ക്ഷേത്രം. രാവണ നിഗ്രഹത്തിന് ശേഷം ശ്രീരാമൻ വിഭീഷണനെ ലങ്കയിലെ രാജാവായി പട്ടാഭിഷേകം നടത്തിയത് ഇവിടെയായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇപ്പോഴത്തെ ക്ഷേത്രം നിർമ്മിച്ച കാലം കൃത്യമായി കണക്കാക്കിയിട്ടില്ല എങ്കിലും 1000-ലധികം വർഷത്തെ പഴക്കം പറയുന്നു. സ്ഥലത്തിൻ്റെ ഐതിഹ്യം വിഭീഷണൻ രാവണനോട് സീതാദേവിയെ തിരികെ ശ്രീരാമന് നൽകാൻ അഭ്യർത്ഥിക്കുന്നു. വിഭീഷണൻ്റെ അഭ്യർത്ഥന നിരസിച്ച രാവണൻ വിഭീഷണനെ ലങ്കയിൽ നിന്നും പുറത്താക്കുന്നു. വിഭീഷണൻ ശ്രീരാമൻ്റെയും വാനരസേനയുടെയും മുമ്പിൽ അഭയം തേടിയ സ്ഥലം. പ്രധാന പ്രതിഷ്ഠകൾ രാമൻ, ലക്ഷ്മണൻ, ഹനുമാൻ, വിഭീഷണൻ. ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴി ഒഴികെ 4 ഭാഗവും കടലാണ്. സൂര്യോദയത്തിൻ്റെ വിവിധ ഭാവങ്ങൾ കണ്ടോ? രാമേശ്വരം ക്ഷേത്രത്തിൻ്റെ കിഴക്ക് ഭാഗത്ത് അഗ്നിതീർത്ഥത്തിൽ നിന്നുമുള്ള കാഴ്ചയാണ്. ആദ്യം നീല കളർ, പിന്നെ ഇളം മഞ്ഞ, പിന്നെ കടും മഞ്ഞ. അഗ്നിതീർത്ഥത്തിലെ ശിവക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ ദർശനം കിഴക്കോട്ടാണെങ്കിലും തുറന്നിരിക്കുന്ന പ്രധാന നട രാമനാഥസ്വാമി ക്ഷേത്രത്തിനെ നോക്കിയാണ്. ഇത് അഗ്നിതീർത്ഥം, 22 തീർത്ഥങ്ങളിൽ ഒന്നാമത്തേത്. പഴയതുപോലെയല്ല, ഇപ്പോൾ അഗ്നിതീർത്ഥത്തിൻ്റെ മുമ്പിൽ 3 ആർച്ചുകളും കടലിലേക്ക് ഇറങ്ങാൻ പടികളും കെട്ടിയിട്ടുണ്ട്. ആദ്യത്തെ തീർത്ഥമായ ഈ അഗ്നിതീർത്ഥത്തിൽ കുളിച്ചതിന് ശേഷമാണ് ക്ഷേത്രത്തിനുള്ളിലുള്ള 21 തീർത്ഥങ്ങളിലെ കുളി. അതൊരു മോക്ഷമായി, ഭാഗ്യമായി ഇവിടെ വരുന്ന വിശ്വാസികൾ കരുതുന്നു. അഗ്നിതീർത്ഥത്തിൽ കണ്ട ശിവക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് നട തുറന്നിരിക്കുന്ന ഭാഗം. അഗ്നിതീർത്ഥത്തിൽ നിന്നും രാമനാഥസ്വാമി ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴി. വലതുവശം 1964 സ്ഥാപിച്ച കാഞ്ചി കാമകോഠി പീഠത്തിൻ്റെ അധീനതയിലുള്ള ശങ്കരമഠം. വലതുവശത്ത് കാണുന്ന ടവറിൽ ആദിശങ്കരൻ്റെ പ്രതിമ. അഗ്നിതീർത്ഥത്തിൽ കുളി കഴിഞ്ഞിട്ട് ക്ഷേത്രത്തിലേക്ക് പോകുന്ന ധാരാളം ഭക്തജനങ്ങളെ കാണാം. നമ്മളിപ്പോൾ ക്ഷേത്രത്തിൻ്റെ കിഴക്കേ നടയിലാണുള്ളത്. 11 നിലയിൽ 53 മീറ്റർ ഉയരമുള്ള രാജഗോപുരമാണ് ഈ കാണുന്നത്. മഹാവിഷ്ണുവിൻ്റെ 7ാം അവതാരം ശ്രീരാമൻ രാക്ഷസരാജാവായ രാവണനുമായുള്ള യുദ്ധത്തിൽ താൻ ചെയ്തേക്കാവുന്ന എല്ലാ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കാൻ ഭഗവാൻ ശിവനോട് പ്രാർത്ഥിക്കുന്നു. യുദ്ധം കഴിഞ്ഞ് തിരികെ വന്നപ്പോൾ ഋഷിമാരുടെ ഉപദേശപ്രകാരം സീതയോടും ലക്ഷ്മണനോടുമൊപ്പം രാവണനെ വധിച്ചപ്പോൾ ഉണ്ടായ ബ്രഹ്മഹത്യയുടെ പാപം പരിഹരിക്കാൻ ഇവിടെ ലിംഗം സ്ഥാപിച്ച് പ്രാർത്ഥിക്കാൻ തീരുമാനിക്കുന്നു. ശ്രീരാമൻ ഹനുമാനോട് ഹിമാലയത്തിൽ നിന്നും ലിംഗം കൊണ്ടുവരാൻ നിർദ്ദേശിക്കുന്നു. ഹിമാലയത്തിൽ പോയ ഹനുമാൻ കൃത്യമായ ലിംഗം തിരിച്ചറിയാതെ വരാൻ വൈകിയപ്പോൾ സീതാദേവി കടൽ തീരത്ത് മണൽ കൊണ്ട് ലിംഗം നിർമ്മിച്ച് പൂജിച്ചു. വൈകിയാണെങ്കിലും ഹനുമാൻ ലിംഗം കൊണ്ടുവരുന്നു. ഹനുമാൻ എത്തിയപ്പോൾ ഇവിടെ ശ്രീരാമൻ ശിവലിംഗത്തിൽ പൂജ ചെയ്യുന്നതാണ് കണ്ടത്. വിഷണ്ണനായി നിന്ന ഹനുമാനെ സന്തോഷിപ്പിക്കാൻ ഹനുമാൻ കൊണ്ടുവന്ന ശിവലിംഗം സീതാദേവി ഉണ്ടാക്കിയ മണൽ ശിവലിംഗത്തിൻ്റെ വലതുവശത്ത് പ്രതിഷ്ഠിച്ചു. പ്രധാന ശ്രീകോവിലിൽ 2 ലിംഗങ്ങൾ,
രാമൻ പ്രതിഷ്ഠിച്ച രാമലിംഗവും ഹനുമാൻ കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ച വിശ്വലിംഗവും. ഹനുമാൻ കൊണ്ടുവന്ന വിശ്വലിംഗത്തെ ആദ്യം ആരാധിക്കണമെന്ന ശ്രീരാമൻ്റെ നിർദ്ദേശമനുസരിച്ച് ഇന്നും ആ പാരമ്പര്യം തുടരുന്നു. ആറ് 6.9 മീറ്റർ ഉയരം, കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ 400 അടി നീളവും വടക്ക് തെക്ക് ദിശയിൽ 640 അടി നീളവും. ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ഇടനാഴിയുടെ കണക്കുകളാണിത്. ഇന്ത്യയിലെ ഹിന്ദുക്ഷേത്രങ്ങളിലെ ഏറ്റവും നീളം കൂടിയ ഇടനാഴി. നിലവിലെ രൂപത്തിലുള്ള ക്ഷേത്രം 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചത് എന്ന് പറയുന്നു. സീതാദേവിയെ രക്ഷിക്കാൻ ലങ്കയിലേക്ക് പോകാൻ സമുദ്രത്തിൽ പാലം നിർമ്മിച്ച് കടക്കുന്നതിന് മുൻപ് ശ്രീരാമൻ സ്ഥാപിക്കുകയും ആരാധിക്കുകയും ചെയ്തതായി ഒരു ഐതിഹ്യം. 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ ഒന്ന്. 12-ാം നൂറ്റാണ്ടിൽ പാണ്ഡ്യ രാജവംശം ക്ഷേത്രം വിപുലീകരിച്ചു. പ്രധാന ശ്രീകോവിൽ ശ്രീലങ്കയിലെ ജാഫ്നയിലെ ജയവീരസിംഗയാര്യനും അദ്ദേഹത്തിൻ്റെ പുത്രൻ ഗുണവീരസിംഗയാര്യനും നവീകരിച്ചതായി പറയുന്നു. രാമേശ്വരം ദ്വീപിലും പരിസരത്തും 64 ക്ഷേത്രക്കുളങ്ങളുണ്ട്. ഇവ തീർത്ഥങ്ങൾ എന്നറിയപ്പെടുന്നു. ഇവയിൽ 22 തീർത്ഥങ്ങൾ അതിപ്രധാനം. 22 തീർത്ഥങ്ങളിലെ അഗ്നിതീർത്ഥം ക്ഷേത്രത്തിന് വെളിയിലും 21 തീർത്ഥങ്ങൾ ക്ഷേത്രത്തിനുള്ളിലുമാണ്. 22 തീർത്ഥങ്ങൾ എന്നത് രാമൻ്റെ 22 അമ്പുകളായി സൂചിപ്പിക്കുന്നു. വടക്ക് ബദരീനാഥ് ക്ഷേത്രം, കിഴക്ക് പുരി ജഗന്നാഥ ക്ഷേത്രം, പടിഞ്ഞാറ് ദ്വാരകയിലെ ദ്വാരകാധീഷ് ക്ഷേത്രം, തെക്ക് രാമേശ്വരം എന്നിങ്ങനെ ചാർധാം എന്നറിയപ്പെടുന്ന 4 ദിവ്യസ്ഥാനങ്ങളിൽ ഒന്ന്. രാമേശ്വരത്തെ പ്രധാന ക്ഷേത്രങ്ങളിലൂടെയുള്ള വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. വിവരണങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു ക്ഷേത്രത്തിലേക്ക്.